ജീവിതത്തിൽ നമുക്ക് വിധിച്ചത് ആരാണെന്ന് ദൈവത്തിന് അറിയാമെന്ന് പറയാറില്ലേ? അതായിരുന്നു യമുന എനിക്ക് ലഭിച്ച വരം. ഇല്ല, കാലിലൊന്നും ഇരിക്കിരിക്ക. ഒരു വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ടല്ലേ? നമ്മളെന്തെങ്കിലും സംസാരിക്കണം. അല്ല, എന്താന്ന് വെച്ചാല് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഇഷ്ടായിരുന്നു. ഇഷ്ടായിരുന്നു. ഏട്ടന് എന്ന് വെച്ചാൽ ഇത്രയും നേരം നീ മൂളിക്കൊണ്ടിരുന്നതിന് എന്തർത്ഥമാണോ ഇതിനും അതേ അർത്ഥം തന്നെയാ. ഇനി നീ എന്തെങ്കിലും ചോദിക്കാം. ശരി, ഞാൻ തന്നെ ചോദിക്കാം. നിനക്ക് ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എങ്ങനെയാ? ഐ മീൻ ഹസ്ബൻഡ് എങ്ങനെ ആയിരിക്കണമെന്നാ? എന്റെ ഫ്യൂച്ചർ ഷെയർ ചെയ്യാനും എന്നെ നന്നായി നോക്കാനും എനിക്ക് സംരക്ഷണം തരാനുള്ള ഒരു സെക്യൂരിറ്റി. ഏട്ടന് വൈഫ് എങ്ങനെയായിരിക്കണം? എനിക്കൊരു അനിയനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹാളിൽ കിടന്നുറങ്ങിയിരുന്നത്. അവൻ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചാൽ കിടന്നുറങ്ങുക. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാൻ കൈയെടുത്ത് മാറ്റുമായിരുന്നു. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അനിയൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയെന്ന് പറഞ്ഞു. അതങ്ങനെയാണ്, ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളല്ലേ. തിരിച്ചു വരുമ്പോൾ അനിയൻ ഇല്ലെന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഹാളിൽ തനിച്ച് കിടക്കുമ്പോൾ ഞാൻ രാത്രി സ്വപ്നം കാണും. സ്വപ്നത്തിൽ എൻ്റെ അനിയൻ വരും. അനിയൻ വന്ന് ചോദിക്കും, ഞാൻ കെട്ടിപ്പിടിച്ചെടുക്കാൻ നീ സമ്മതിക്കാറില്ലല്ലോ, ഇപ്പം ഞാൻ ആരെ കെട്ടിപ്പിടിച്ചെടുക്കാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയോ. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ ഞാൻ വേർത്ത് കുളിക്കും. അതിനുശേഷം ഞാൻ അമ്മയുടെ കൂടെ പോയി കിടക്കാൻ തുടങ്ങി. അമ്മയെ കെട്ടിപ്പിടിച്ചായിരിക്കും ഞാൻ കിടക്കുക. കുറച്ച് കാലം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഇത്രയും വയസ്സായിട്ട് നീ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുന്നത്, പോടെ പോയി തനിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് ഹോളിൽ കൊണ്ടേ കിടത്തി. അങ്ങനെ ഞാൻ ഹോളിൽ തനിച്ച് കിടക്കുമ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണും. പെട്ടെന്ന് പേടിച്ച് പറിച്ച് ഞാൻ എണീക്കുമായിരുന്നു. എനിക്ക് എന്തിനാണ് ഒരു വൈഫെന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് എനിക്ക് കിടന്നുറങ്ങണം. അതിനു വേണ്ടിയ വൈഫ്. അനാവശ്യമായിട്ട് ഓരോന്നും പറഞ്ഞ് ബോറടിപ്പിച്ചല്ലേ? ഇല്ലില്ല. വിശക്കുന്നു? എന്താ പെട്ടെന്ന് പഴനി യാത്ര? നിന്റെ കല്യാണം ഫിക്സ് ആയ പഴനി ചെല്ലാന്ന് നേർച്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരും. വീട് നോക്കിക്കോണേ മോളെ. ശരി അമ്മേ. ഞാൻ ഓഫീസിലേക്ക് പോവാം. ശരി ശരി.
വാതിലാരെ തട്ടുന്നു? നമുക്ക് നാളെ രാവിലെ തുറക്കാം. എന്താ മോളെ സുഖാണോ? അച്ഛനെത്തി. എന്താ മോളെ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും